morning, dear students. Today we are going to discuss about a new chapter, that is mechanical properties of fluid. You all know about fluids. That is, the fluids are the substances that can flow. Flow ചെയ്യാൻ പറ്റുന്ന substances നമ്മൾ പറയുന്ന പേരാണ് fluids. That is, the fluid includes liquids and gases. Fluid includes liquids and gases. Okay, ലിക്വിഡുകളെയും ഗ്യാസുകളെയും ചേർത്ത് നമ്മൾ പറയുന്ന പേരാണ് ഫ്ലൂയിഡ് എന്ന് പറയുന്നത്. ദെൻ ഫ്ലൂയിഡ്സിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് അതിന്റെ മോളിക്യൂൾസ് എന്ന് പറയുന്നത്, അതിൽ അറേഞ്ച്മെന്റ് ഓഫ് മോളിക്യൂൾസ് എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും? വളരെ അടുത്തായിരിക്കില്ല, കുറച്ച് സ്പേസസ് ഉണ്ടായിരിക്കും. സോ ഇന്റർമോളിക്യുലർ അട്രാക്ഷൻ എന്ന് പറയുന്നത് വളരെ ലോ ആണെന്ന് നമുക്ക് പറയാം. ഓക്കെ, അതുപോലെ തന്നെ മോളിക്യൂൾസ് എന്ന് പറയുന്നത് അവിടെ ലൂസ്ലി പാക്ഡ് ആണ് എന്നുള്ളത് നമുക്ക് പറയാം. ദെൻ അതിന് എന്തുണ്ടാവില്ല? ഡെഫിനിറ്റ് ഷേപ്പോ സൈസോ ഒന്നും ഉണ്ടാകില്ല. ഏത് കണ്ടെയ്നറിലാണോ നമ്മൾ ഫ്ലൂയിഡ്സ് എടുക്കുന്നത് അതിന് ആ കണ്ടെയ്നറിന്റെ ഷേപ്പ് ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ, അപ്പൊ ഫ്ലൂയിഡ്സ് എന്ന് പറയുന്നത് എന്താണ്? ലിക്വിഡ്സിനെയും ഗ്യാസസുകളെയും ഒരുമിച്ച് നമ്മൾ പറയുന്ന പേരാണ്. Then fluids can flow. ഫ്ലൂയിഡ്സിന് ഫ്ലോ ചെയ്യാൻ പറ്റുന്ന ഒന്നാണ്. ഇറ്റ് ഹാസ് നോ ഷേപ്പ് ഇല്ല. മോളിക്യൂൾസ് ആർ ലൂസ്ലി പാക്ഡ്, അതായത് അതിനകത്തുള്ള മോളിക്യൂൾസ് എന്ന് പറയുന്നത് ലൂസ്ലി പാക്ഡ് ആണ്. Then therefore the intermolecular force of attraction is low. അതുകൊണ്ട് തന്നെ intermolecular force of attraction എന്ന് പറയുന്നത് വളരെ ലോ ആണ്. ഓക്കെ, ഇനി ഇതിന്റെ മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ്, അപ്പൊ അതില് ചില പ്രോപ്പർട്ടീസിനെ കുറിച്ച് നമ്മളിവിടെ പഠിക്കുന്നുണ്ട്. അപ്പൊ ഫ്ലൂയിഡ്സുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുമ്പോൾ നിങ്ങൾ ചെറിയ ക്ലാസ്സുകളിൽ പല ലോസിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്. ബൊയാൻസി നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ബോയന്റ് ഫോഴ്സ് എന്ന് പറയുന്നത് ലിക്വിഡ്സ് എക്സേർട്ട് ചെയ്യുന്ന ഫോഴ്സ് ആണ് എന്ത്? ബോയന്റ് ഫോഴ്സ് എന്ന് പറയുന്നത്. നമ്മളൊരു ഒബ്ജക്റ്റ് ഒരു ഇതിനകത്ത്, ഒരു ഫ്ലൂയിഡിനകത്ത് ഇമ്മേഴ്സ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, അതായത് അതിനകത്ത് താഴ്ത്തി വെക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒബ്ജക്റ്റിന് മുകളിൽ ആ ലിക്വിഡ് എന്ത് ചെയ്യുന്നുണ്ടാവും? ഒരു അപ്വാർഡ് ഫോഴ്സ് കൊടുക്കുന്നുണ്ടാവും. ദാറ്റ് ഫോഴ്സ് ഈസ് കോൾഡ് ബോയന്റ് ഫോഴ്സ്. ദെൻ നിങ്ങൾ ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ പഠിച്ചിട്ടുണ്ട്. അതും ഈ ഫ്ലൂയിഡുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന ഒന്നാണ്. പാസ്കൽ ലോ പഠിച്ചിട്ടുണ്ട്, നമുക്ക് ഇവിടെയും പഠിക്കാനുണ്ട്. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ തന്നെയാണ് നമ്മൾ ഇവിടെയും ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഫ്ലൂയിഡുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന ഫസ്റ്റ് കൺസെപ്റ്റ് എന്ന് പറയുന്നത് തന്നെ പ്രഷർ റിലേറ്റഡ് കൺസെപ്റ്റ് ആണ്. അപ്പൊ ഈ ചാപ്റ്ററിൽ ത്രൂ ഔട്ട് ആയിട്ട് നമ്മൾ പ്രഷർ റിലേറ്റഡ് കൺസെപ്റ്റിലേക്കാണ് പോകുന്നത്. പാസ്കൽ ലോ ഒക്കെ റിലേറ്റ് ചെയ്യുന്നത് പ്രഷറുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടാണ്. ഓക്കെ, അപ്പൊ എന്താണ് പ്രഷർ? നിങ്ങൾക്ക് അറിയുന്ന കാര്യം തന്നെയാണ് പ്രഷർ എന്താണ് എന്നുള്ളത്. ഓക്കെ, പാസ്കൽ ലോയുമായി ബന്ധപ്പെടുത്തിയിട്ടാണ് പറയുന്നത്. ഡെൻസിറ്റി, പ്രഷർ എന്നുള്ള ടേംസ് ആണ് ഇവിടെ പറയുന്നത്. ഇപ്പോ പ്രഷർ എന്ന് പറയുന്നത് നിങ്ങൾക്ക് അറിയാം, ഒരു ഫോഴ്സ് ഒരു പെർട്ടിക്കുലർ ഏരിയയിൽ ആക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഫോഴ്സും ഏരിയയും തമ്മിലുള്ള റേഷ്യോ ആണ് ശരിക്കും നമ്മൾ പ്രഷർ എന്ന് പറയുന്നത്. സോ നമ്മളിപ്പോ ലിക്വിഡ്സിന്റെയും സോളിഡ്സിന്റെയും ഒക്കെ കേസ് പറയുന്ന സമയത്ത് സോളിഡ്, ലിക്വിഡ്, ഗ്യാസ് അത് എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്? പ്രഷർ അല്ലെങ്കിൽ സ്ട്രെസ് എന്ന് പറഞ്ഞാൽ അതിന് മുകളിൽ ആക്ട് ചെയ്യുന്ന സ്ട്രെസ് എന്ന് പറയുന്ന ആ ഒരു കംപ്രഷൻ തന്നെയാണ്. പ്രഷർ എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? ഒരു പെർട്ടിക്കുലർ ഏരിയയിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സാണ്. ഓക്കെ, അപ്പൊ അതിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒന്നാണ് എന്തെന്ന് പറയുന്നത്? ലിക്വിഡ്സിന്റെ, സോളിഡ്സിന്റെയും ഗ്യാസസിന്റെയും ഒക്കെ വോള്യം എന്ന് പറയുന്നത് നമ്മുടെ പ്രഷറിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടർ ആണ് എന്ന് നമുക്ക് പറയാം. ഇവിടെ പ്രഷർ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഫോഴ്സ് ബൈ ഏരിയ ആണ്. ആവറേജ് പ്രഷർ ഈസ് എ നോർമൽ ഫോഴ്സ് ആക്ടിംഗ് പെർ യൂണിറ്റ് ഏരിയ. നോർമൽ ഫോഴ്സ് ആക്ടിംഗ് പെർ യൂണിറ്റ് ഏരിയ ആണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? പ്രഷർ എന്ന് വിളിക്കുന്നത്. ദാറ്റ് ഈസ് ഫോഴ്സ് ബൈ ഏരിയ. ഓക്കെ, ദെൻ സോളിഡ്സിനേക്കാൾ ലിക്വിഡ്സിനേക്കാൾ കംപ്രസിബിലിറ്റി ഏതിനാണ് കൂടുതൽ? ഗ്യാസിനാണ് കൂടുതൽ. ഗ്യാസിനെ നമുക്ക് മോർ കംപ്രസ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ പ്രഷർ എന്ന് പറയുന്നത് നിങ്ങൾ മനസ്സിലാക്കുക, ദാറ്റ് ഈസ് ഫോഴ്സ് ബൈ ഏരിയ ആണ്. നോർമൽ ഫോഴ്സ് ആക്ടിംഗ് പെർ യൂണിറ്റ് ഏരിയ ഈസ് കോൾഡ് പ്രഷർ. ഓക്കെ, നമുക്ക് അറിയുന്ന കാര്യം തന്നെയാണ്, അതൊന്ന് എടുത്തു പറഞ്ഞു എന്ന് മാത്രം. ഇനി എന്താണ് ഡെൻസിറ്റി എന്ന് പറയുന്നത്? അതിനു മുമ്പായിട്ട് നമുക്ക് ജസ്റ്റ് ഇതിന്റെ ചില പ്രോപ്പർട്ടീസ് പറയാം.
the force exerted by liquid on the submerged object is normal to all point on the surface. അതായത് ഫോഴ്സ് എക്സേർട്ട് ചെയ്യുന്ന ഒരു ലിക്വിഡിൽ എക്സേർട്ട് ചെയ്യുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് എല്ലാ ഭാഗത്തും നോർമൽ അറ്റ് ഓൾ പോയിന്റ്സ് ഓൺ ദ സർഫസ്, ആ സർഫസിൽ നോർമൽ ആയിട്ടായിരിക്കും എന്നുള്ളതാണ് പറയുന്നത്. ഫോഴ്സ് എക്സെർട്ടഡ് ബൈ ലിക്വിഡ് ഓൺ ദ സബ്മർജ്ഡ് ഒബ്ജക്റ്റ്, അതിനകത്ത് ഒരു ഒബ്ജക്റ്റ് ഉണ്ടെങ്കിൽ, ഒരു പാർഷ്യലി ഒരു ഒബ്ജക്റ്റ് നമ്മൾ ലിക്വിഡിനകത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ലിക്വിഡ് ആ ഒരു ഒബ്ജക്റ്റിന് മുകളിൽ ഉണ്ടാക്കുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് എല്ലാ പോയിന്റ്സിലും ഒരുപോലെ ആയിരിക്കും, നോർമൽ ആയിട്ടായിരിക്കും ആക്ട് ചെയ്യുന്നത്, അതെല്ലാ പോയിന്റ്സിലും ഒരുപോലെ ആയിരിക്കും ആക്ട് ചെയ്യുന്നുണ്ടാവുക. അതുപോലെ തന്നെ പ്രഷർ എന്ന് പറയുന്നത് ഈസ് എ സ്കേലാർ ക്വാണ്ടിറ്റി ആണ്. പ്രഷർ ഈസ് എ സ്കേലാർ ക്വാണ്ടിറ്റി ആണ്. അതിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ആണ്, അല്ലെങ്കിൽ അതിനെ പാസ്കൽ എന്നാണ് വിളിക്കുന്നത്. ഓക്കെ, ഈ യൂണിറ്റ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, സ്ട്രെസ്സിന്റെ യൂണിറ്റ് ആയിട്ടൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അത് തന്നെയാണ് ഇവിടെയും പറയുന്നത്, പാസ്കൽ, ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ അല്ലെങ്കിൽ പാസ്കൽ എന്നുള്ളതാണ് ഇതിന്റെ യൂണിറ്റ് ആണ്, പ്രഷറിന്റെ യൂണിറ്റ് ആണ്. ഓക്കെ, ദെൻ ഡെൻസിറ്റി. ഡെൻസിറ്റി നമുക്ക് അറിയാം, ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് മാസ് ടു ദ വോളിയം ആണ്. ദാറ്റ് ഈസ് മാസ് പെർ യൂണിറ്റ് വോളിയം ഈസ് കോൾഡ് പ്രഷർ, സോറി ഡെൻസിറ്റി. മാസ് പെർ യൂണിറ്റ് വോളിയം ഈസ് കോൾഡ് ഡെൻസിറ്റി. So that is rho is equal to mass by volume. Rho is equal to mass by volume. അപ്പോൾ പ്രഷർ എന്താണ്, ഡെൻസിറ്റി എന്താണ്? പ്രഷർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർമൽ ഫോഴ്സ് ആക്ടിംഗ് പെർ യൂണിറ്റ് ഏരിയ ആണ്. ഡെൻസിറ്റി എന്ന് പറയുന്നത് മാസ് പെർ യൂണിറ്റ് വോളിയം ആണ്. മാസ് പെർ യൂണിറ്റ് വോളിയം. ഓക്കെ, ദെൻ ഡെൻസിറ്റിയുടെ കേസസ് എന്ന് പറയുന്നത്, അതിന്റെ SI യൂണിറ്റ് എന്ന് പറയുന്നത് കിലോഗ്രാം മീറ്റർ ക്യൂബ് ആണ്. കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ്, കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ്. അപ്പോൾ അതുപോലെ തന്നെ ലിക്വിഡ് ഈസ് ലാർജ്ലി ഇൻകംപ്രസിബിൾ ആൻഡ് therefore the density is nearly constant at all pressures. ഡെൻസിറ്റി എന്ന് പറയുന്നത് ഏത് പ്രഷറിലും ആണെങ്കിലും ലിക്വിഡ്സിന്റെ കേസിൽ അതെന്താണ്, കോൺസ്റ്റന്റ് ആയിരിക്കും, ഏത് പ്രഷറിലാണെങ്കിലും. ഓക്കെ, then the density of the water at 4 degree, ഇത് വളരെ ഇമ്പോർട്ടന്റ് ആട്ടോ, അത് നോട്ട് ചെയ്ത് വെക്കണം. ഡെൻസിറ്റി ഓഫ് ദ വാട്ടർ അറ്റ് 4 ഡിഗ്രി എന്ന് പറയുന്നത് 1 into 10 raised to 3 kilogram per meter cube ആണ്. Density of water at 4 degree is 1 into 10 raised to 3 kilogram per meter cube. അത് ഇമ്പോർട്ടന്റ് ആണ്, ഓർത്ത് വെക്കണം. റിലേറ്റീവ് ഡെൻസിറ്റി എന്ന് പറയുന്നത് വാട്ടറിന്റെ ഈ ഡെൻസിറ്റിയും ഒരു ഒബ്ജക്റ്റിന്റെ ഡെൻസിറ്റിയും തമ്മിലുള്ള റേഷ്യോയാണ് നമ്മൾ എന്ത് പറയാ, റിലേറ്റീവ് ഡെൻസിറ്റി എന്ന് പറയുന്നത്. റിലേറ്റീവ് ഡെൻസിറ്റി ഓഫ് എ സബ്സ്റ്റൻസ് ഈസ് ദ റേഷ്യോ ഓഫ് ഡെൻസിറ്റി ടു ദ ഡെൻസിറ്റി ഓഫ് ദ വാട്ടർ. നമ്മളൊരു ഒബ്ജക്റ്റിന്റെ ഡെൻസിറ്റിയും അതുപോലെ വാട്ടറിന്റെ ഡെൻസിറ്റിയും തമ്മിലുള്ള റേഷ്യോ കണ്ടാൽ നമുക്ക് കിട്ടുന്നത് എന്താണ്, റിലേറ്റീവ് ഡെൻസിറ്റി ആണ്. Okay, that is called the relative density. Then അപ്പോൾ ഇനി നമ്മൾ നേരെ പ്രഷറിന്റെ കേസസിലേക്ക് വരികയാണ്. വേരിയേഷൻ ഓഫ് പ്രഷർ വിത്ത് ഡെപ്ത്. ഒരു താഴേക്ക് പോകുന്ന സമയത്ത് പ്രഷറിന് എന്ത് സംഭവിക്കുന്നു, that we want to find out. So we can consider an object is immersed, that is a cylindrical shaped one ആണ്, that is immersed in a liquid, and at the top there is a force acting, and also in the bottom also, and also there is a force acting on this object. Okay, so we can say that the force at the first end it is F1, and that of the second end it is F2, and in this object it is mg. ഒബ്ജക്റ്റിൽ ആക്ട് ചെയ്യുന്നത് mg ആണെന്ന് പറയാം. സോ ഇവിടെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ എന്ന് പറയുന്നത് നമുക്ക് A ആണെന്ന് കൺസിഡർ ചെയ്യാം. ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഇസ് A. അങ്ങനെയാണെങ്കിൽ ഇതില് നമുക്ക് ഫോഴ്സ് എന്ന് പറയുന്നത്, ഈ ഒരു കേസ് വെച്ചുകൊണ്ട് നമുക്ക് ഫോഴ്സ് എന്ന് പറയുന്നത് ജസ്റ്റ് ഇതില് ഫോഴ്സ് എന്ന് പറയുന്നത് നോക്കാം. F1 എന്ന് പറയുന്ന ഒരു ഫോഴ്സ് ഉണ്ട്, F2 ഉണ്ട്, mg ഉണ്ട്. ഇതിന്റെ ഡയറക്ഷൻ വെച്ചുകൊണ്ട് F2 ഈക്വൽ ടു
ബാക്കി F1 ഉം mg എങ്ങോട്ടാണ്? താഴേക്കാണ്. F2 എന്ന് പറയുന്നത് മുകളിലേക്കാണ്, മറ്റത് രണ്ടും താഴേക്കാണ്. സോ അങ്ങനെയാണെങ്കിൽ F2 എന്ന് പറയുന്നത് F1 പ്ലസ് mg ആയിരിക്കുമല്ലോ, ആയിരിക്കണമല്ലോ അല്ലേ? ആണ്. സോ അങ്ങനെയാണെങ്കിൽ ഇതില് mg എന്ന് പറയുന്നത്, m എന്ന് പറയുന്നത് നമുക്ക് അറിയാം എന്താണെന്നുള്ളത്, m. അതുപോലെ F എന്ന് പറയുന്നത് നമുക്ക് പ്രഷറിന്റെ ടേംസിലൊക്കെ ഇതിനെ റെപ്രസെന്റ് ചെയ്യാം. F1 എന്ന് പറയുന്നതിനെ നമുക്ക് ഇങ്ങനെ എഴുതാം, വി ഹാവ് പ്രഷർ ഈസ് ഈക്വൽ ടു ഫോഴ്സ് ബൈ ഏരിയ ആണ്. സോ F1 ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് പറയാം, ഇവിടെ ഒരു സിലിണ്ടറിക്കൽ ഷേപ്പ് ആണ്, അതുകൊണ്ട് അതിന്റെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ സെയിം ആണ്. സോ F1 ഈസ് ഈക്വൽ ടു P1A എന്ന് എഴുതാം, F2 ഈക്വൽ ടു P2A എന്ന് എഴുതാം. ഓക്കെ, നമുക്ക് ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യാം. സോ അങ്ങനെയാണെങ്കിൽ that is P2A is equal to P1A plus mg. നമുക്ക് മാസ് എന്ന് പറയുന്നത് ഡെൻസിറ്റിയുടെ ടേമിലേക്ക് റെപ്രസെന്റ് ചെയ്യാം. that is we have density is equal to mass by volume ആണ്, mass by volume ആണ്. then അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യാം, മാസ് is equal to density into volume. Okay, so അങ്ങനെയാണെങ്കിൽ ഈ ഇക്വേഷൻ വരാം, P2A is equal to P1A plus rho Vg. Okay, again we can change this volume by using area and the height. If the area is A and the height is h, then the volume is equal to area into height. So we can write this equation as P2A is equal to P1A plus density into area into height into g, acceleration due to gravity. So രണ്ട് സൈഡിലും a's ഉണ്ട്, so we can cancel this a's. So P2 equal to P1 plus rho GH. P1 plus rho GH. So ഇതാണ് ഇവിടെ താഴത്തെ പോയിന്റിൽ ആക്ട് ചെയ്യുന്ന പ്രഷർ എന്ന് പറയുന്നത്. Or we can write it as P2 minus P1 is equal to rho GH. This rho GH is called the gauge pressure. rho GH നെ പറയുന്ന പേര് gauge pressure എന്നാണ് പറയുന്നത്. Then one more thing, if P2 equal to P and P1 equal to PA, that is the atmospheric pressure, that is that object is at the surface of the water, then the surface of water ൽ ആക്ട് ചെയ്യുന്ന പ്രഷർ എന്താണ്? atmospheric pressure ആണ്. അങ്ങനെയാണെങ്കിൽ this equation can be written as P2 minus PA is equal to rho GH. This is the equation for the gauge pressure. അപ്പോൾ ഡെപ്തിലേക്ക് വരുന്ന സമയത്ത് പ്രഷർ എന്ന് പറയുന്നത്, ആ പ്രഷറിൽ ഉണ്ടാകുന്ന വേരിയേഷൻ എന്ന് പറയുന്നത് എല്ലായ്പ്പോഴും എന്ത് തന്നെയാണ്? റോ ജി എച്ച് ആണ്. ആ ഒബ്ജക്റ്റിന്റെ ഹൈറ്റിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും അവിടുത്തെ പ്രഷർ എന്ന് പറയുന്നത്. അപ്പൊ അതാണ് നമുക്ക് ഈ ഒരു കേസിൽ പറയാൻ പറ്റുന്നത്, ഡെപ്തും പ്രഷറും തമ്മിലുള്ള റിലേഷൻ. ഡെപ്ത് കൂടുന്നതിനനുസരിച്ച് പ്രഷറിൽ ഉണ്ടാകുന്ന വേരിയേഷൻ എന്താണ് എന്നുള്ളതാണ് പറയുന്നത്. അപ്പൊ അത് ആ ഹൈറ്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, ആ ഡെപ്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഓക്കെ, അപ്പൊ ഇനി ഇതിലെ പോയിന്റ്സ് എന്തൊക്കെയാണ് ഓരോന്നോരോന്നായിട്ട് നോക്കുക. ഗേജ് പ്രഷർ എന്ന് പറയുന്നത് P minus PA is equal to rho GH ഞാൻ അവിടെ എഴുതി പറഞ്ഞതാണ്. പ്രഷർ ഈസ് സെയിം അറ്റ് ആൾ പോയിന്റ് അറ്റ് ദ സെയിം ഡെപ്ത്. താഴെ ഒരേ ലെവലിലുള്ള പ്രഷർ എന്ന് പറയുന്നത് എല്ലായ്പ്പോഴും എന്തായിരിക്കും? സെയിം ആയിരിക്കും എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. And the liquid pressure at a point is independent of the quantity of liquid. ലിക്വിഡ് പ്രഷർ എന്ന് പറയുന്നത് എന്തിനെ ഇൻഡിപെൻഡന്റ് ആണ്? എത്രമാത്രം ലിക്വിഡ് ഉണ്ട് എന്നുള്ളതിനെ ഇൻഡിപെൻഡന്റ് ആണ്. ബട്ട് it depends upon the depth of the point below the liquid surface. liquid surface ലെ ഉള്ള ആ ഡെപ്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ലിക്വിഡിന്റെ ക്വാണ്ടിറ്റി എന്ത് ചെയ്യുന്നില്ല? ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. അതിനെ പറയുന്ന പേരാണ്
ഹൈഡ്രോസ്റ്റാറ്റിക് പാരഡോക്സ് എന്ന് പറയുന്നത്. അപ്പൊ അതൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ട്, ഹൈഡ്രോസ്റ്റാറ്റിക് പാരഡോക്സ് എന്ന് പറയുന്നത് കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സാധാരണ ഒരു ഫിഗർ കൺസിഡർ ചെയ്യാറുണ്ട്. മൂടി താഴേക്ക് വരയ്ക്കാം, ഒരു ഫിഗർ കൺസിഡർ ചെയ്യാറുണ്ട് ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷർ പറയാൻ വേണ്ടിയിട്ട്. നോക്കാം, നമ്മൾ ഇങ്ങനെ ഒരു ഫിഗർ കൺസിഡർ ചെയ്യും. ഇതൊക്കെ എന്താണെന്ന് വെച്ചാൽ ഇതിനകത്തൊക്കെ ഒരു ലിക്വിഡ് ഉണ്ട് എന്ന രീതിയിൽ നമ്മൾ കൺസിഡർ ചെയ്യും. എങ്ങനെയും വരയ്ക്കട്ടോ. അപ്പൊ ഞാൻ നോക്കി, ഇവിടെ ഒരു വെസല്, ഇവിടെ അത് വേറൊരു ഷേപ്പിലുള്ള ഒരു വെസലാണ് എടുത്തിരിക്കുന്നത്, മറ്റൊരു ഷേപ്പിലുള്ളത്, ഇവിടെ മറ്റൊരു ഷേപ്പിലുള്ളത്, ഇവിടെ മറ്റൊരു ഷേപ്പിൽ, അങ്ങനെ 3 വെസൽസ് ആയിട്ടാണ് നമ്മൾ എടുക്കുന്നത്. അപ്പൊ ഇതില് ഇവിടെ ഇതെല്ലാം ഒരേ ഹൈറ്റ്, ഇവിടെ ഒരു പോയിന്റ് കൺസിഡർ ചെയ്തു, 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 ഇവിടെ ഒരു പോയിന്റ് കൺസിഡർ ചെയ്തു. അപ്പൊ ഇതിൽ ഏതിനകത്തായിരിക്കും പ്രഷർ കൂടുതൽ ഉണ്ടാവുക? നമ്മൾ ഏതിനാ പറയും? ചെറുത് നോക്കിയിട്ട് പറയും പ്രഷർ കൂടുതലാണെന്ന് പറയും അല്ലെ. അപ്പൊ ഇവിടെ പ്രഷർ കൂടുതലാണെന്ന് നിങ്ങൾ പറയും. പക്ഷെ തെറ്റാണ്. ഞാൻ എടുത്തിരിക്കുന്ന ഹൈറ്റ് എല്ലാം സെയിം ആയതുകൊണ്ട് ഇവിടെ ഏത് കണ്ടെയ്നർ ആയാലും അതിലെല്ലാം പ്രഷർ എന്താണ്? സെയിം ആണ്. അതാണ് ഹൈഡ്രോസ്റ്റാറ്റിക് പാരഡോക്സ് എന്ന് പറയുന്നത്. ഒരു ഹൈറ്റിലുള്ള പ്രഷർ എല്ലായ്പ്പോഴും എന്തായിരിക്കും? സെയിം ആയിരിക്കും എന്നുള്ളതാണ് ഹൈഡ്രോസ്റ്റാറ്റിക് പാരഡോക്സ് എന്നുള്ള കൺസെപ്റ്റില് പറഞ്ഞിട്ടുള്ളത്. മനസ്സിലായല്ലോ? അപ്പൊ the liquid pressure at a point is independent of the quantity of liquid, but it depends upon the depth of the point below the liquid surface. This is known as hydrostatic paradox. എത്ര ലിക്വിഡ് ഉണ്ട് എന്നുള്ളത് അവിടെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. എന്തിനാ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ? ഹൈറ്റ്, ഏത് ഹൈറ്റിലാണോ ഒബ്ജക്റ്റ് ഇരിക്കുന്നത് എന്നുള്ളതിന് മാത്രമാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ അറ്റ്മോസ്ഫിയറിക് പ്രഷർ അറ്റ് എനി പോയിന്റ് ഈസ് ഈക്വൽ ടു ദ weight of a column of air of unit cross sectional area എന്ന് പറഞ്ഞാൽ ആ ഒരു മുകളിൽ നമ്മൾ കൺസിഡർ ചെയ്യുന്ന ആ ഏരിയയെ ഡിപ്പെൻഡ് ചെയ്യുന്നതാണെന്ന് പറഞ്ഞത്. എക്സ്റ്റെൻഡിങ് ഫ്രം ദാറ്റ് പോയിന്റ് ടു ദ ടോപ്പ് ഓഫ് ദ എർത്ത് അറ്റ്മോസ്ഫിയർ, അവിടുന്ന് അറ്റ്മോസ്ഫിയറിന്റെ ടോപ്പിലേക്കുള്ള ആ ഒരു ഇതിനെയാണ് എന്ത് ചെയ്യുന്നത്? ഡിപ്പെൻഡ് ചെയ്യുന്നത് എന്നാ പറഞ്ഞത്. OGHന്റെ കേസ് ആണത്. Then atmospheric pressure at sea level is 1.013 into 10 raised to 5 Pascal. That is called 1 atm. ഇതിന് സിംപ്ലി 10 raised to 5 Pascal എന്നും ഡിനോട്ട് ചെയ്യാറുണ്ട്. 10 raised to 5 Pascal. So atmospheric pressure എന്ന് പറയുന്നത് സീ ലെവലിൽ എത്രയാണോ പറഞ്ഞത്? 1.013 into 10 raised to 5 Pascal എന്നാണ് പറയുന്നത്. ഓക്കെ ആണല്ലോ? ഓക്കെ, ദെൻ അങ്ങനെയാണെങ്കിൽ അടുത്ത കേസ് പറയുന്നത് 2 പ്രഷർ മെഷറിംഗ് ഡിവൈസസിനെ കുറിച്ചാണ് പറയുന്നത്. ഒന്ന് മെർക്കുറി ബാരോമീറ്റർ, മറ്റൊന്ന് ഓപ്പൺ ട്യൂബ് മാനോമീറ്റർ. ഇതെന്താണ് എന്നുള്ളത് നമുക്ക് നോക്കാം. മെർക്കുറി ബാരോമീറ്റർ ആൻഡ് ഓപ്പൺ ട്യൂബ് മാനോമീറ്റർ എന്ന് പറയുന്ന 2 സാധനങ്ങളുണ്ട്. അതെന്താണ് എന്നുള്ളത് നമുക്ക് നോക്കാം. മെർക്കുറി ബാരോമീറ്റർ, നമ്മൾ ഒരു വെസല്, ഈ വെസലില് മെർക്കുറിയാണ് നമ്മൾ ഫില്ല് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ദെൻ അതില് നമ്മൾ ഒരു ട്യൂബ് കൺസിഡർ ചെയ്യാണ്. ഒരു ടെസ്റ്റ് ട്യൂബ് പോലുള്ള ട്യൂബ്. ഇതില് എന്ത് ചെയ്യും? ലിക്വിഡ് ഇതിലേക്ക് എക്സേർട്ട് ചെയ്യുന്നുണ്ടാവും. നമ്മൾ ഇവിടെ ഒരു പോയിന്റ് കൺസിഡർ ചെയ്യുന്നു, അതുപോലെ ഇവിടെ ഒരു പോയിന്റ് കൺസിഡർ ചെയ്യും, AB. ഇതിന്റെ ഹൈറ്റ് എന്ന് പറയുന്നത് h ആണ്. ഓക്കെ,
അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ഇവിടെ അറ്റ്മോസ്ഫിയറിലേക്ക് അനുസരിച്ചാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് ഇവിടുത്തെ പ്രഷർ എന്ന് പറയുന്നത് അറ്റ്മോസ്ഫിയറിക് പ്രഷർ പി എ ആണ്. ഈ പോയിന്റ് ഞാൻ പി ബി എന്ന് എടുത്തത് കൊണ്ട് അല്ലെങ്കിൽ ബി എന്ന് എടുത്തുകൊണ്ട് ഇറ്റ് ഇസ് പി ബി ആണ്. അതെന്താ വരിക? ഈ ഹൈറ്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്നതാണല്ലോ അല്ലെ. ഇപ്പൊ നമ്മൾ പറഞ്ഞത് പ്രകാരം ആ പി ബി എന്ന് പറയുന്നത് എച്ച് റോ ജി ആണ്. പി ബി എന്ന് പറയുന്നത് അവിടെ എച്ച് റോ ജിക്ക് തുല്യം ആണ്. സോ ഇവിടുത്തെ അറ്റ്മോസ്ഫിയറിക് പ്രഷർ പി എ ആണ് എന്ന് പറഞ്ഞാൽ പി ക്യാപിറ്റൽ ഈസ് ഈക്വൽ ടു പി എ. പി എ ഇസ് ദ അറ്റ്മോസ്ഫിയറിക് പ്രഷർ. അപ്പൊ ഇത് രണ്ടും ഇരിക്കുന്നത് സെയിം ഹൈറ്റിലായതുകൊണ്ട് അറ്റ്മോസ്ഫിയറിക് പ്രഷർ ഈസ് ഈക്വൽ ടു എച്ച് റോ ജി ആണ്. അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്ന് പറയുന്നത് എച്ച് റോ ജി ആണ്. where h is the height of the mercury column. At the sea level, the height of the mercury column is 76 centimeter. Okay. അപ്പൊ ഇതാണ് ഈ ഒരു ഡിവൈസിനെ പറയുന്ന പേരാണ് എന്ത്? മെർക്കുറി ബാരോമീറ്റർ. അങ്ങനെ പറയുന്ന പേര് മെർക്കുറി ബാരോമീറ്റർ. ഇത് ടോൾസെല്ലിയാണ് ഫസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിലെ ഹൈറ്റ് എന്ന് പറയുന്നത് 76 സെന്റിമീറ്റർ ആണ്. എന്തിന്? 1 അറ്റ്മോസ്ഫിയറിക് പ്രഷറിന് ഉള്ളത്. 1 ATM എന്ന് പറയുന്നത് മെർക്കുറി കോളത്തിന്റെ ഹൈറ്റ് 76 സെന്റിമീറ്റർ ആകുമ്പോൾ ഉള്ള പ്രഷറാണ് നമ്മൾ കണക്കാക്കിയിട്ടുള്ളത്. അപ്പോൾ പ്രഷർ മെഷർ ചെയ്യുന്ന ഒരു ഡിവൈസ് ആണ് മെർക്കുറി ബാരോമീറ്റർ. അടുത്ത് നമ്മൾ പറഞ്ഞു ഓപ്പൺ ട്യൂബ് മാനോമീറ്റർ എന്ന് പറഞ്ഞു. ഓപ്പൺ ട്യൂബ് മാനോമീറ്റർ. ഓപ്പൺ ട്യൂബ് മാനോമീറ്റർ എന്ന് പറയുന്നത് ഒരു യു ഷേപ്ഡ് ട്യൂബ്, അതില് ലിക്വിഡ് ഏതോ ഒരു ലിക്വിഡ് എന്ത് ചെയ്തിട്ടുണ്ട്? ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് പ്രഷർ കാണേണ്ടത് എന്താണോ അതിനെ നമ്മൾ ഇവിടെ കണക്ട് ചെയ്യും. ഓക്കെ. അപ്പൊ ഇവിടെ എന്ത് പ്രഷർ ഉണ്ടാവുക? അറ്റ്മോസ്ഫിയറിക് പ്രഷർ ആണ് ഉണ്ടാവുന്നത്. ഇവിടുത്തെ പ്രഷർ ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്. ഓക്കെ. അപ്പൊ ഇങ്ങനെയുള്ള ഒരു ഡിവൈസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഓപ്പൺ ട്യൂബ് മാനോമീറ്റർ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ ലിക്വിഡിന്റെ ഹൈറ്റില് ഇവിടുത്തെ ഹൈറ്റും ഈ ഒരു ഇതും തമ്മിൽ എന്തുണ്ടാവും? ഒരു ഡിഫറൻസ് ഉണ്ടാവും അല്ലെ? ഈ ഒരു ഡിഫറൻസ് നമുക്ക് അതിനെ എച്ച് എന്ന് പറയും. സോ അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് അറിയുന്നതാണ് പ്രഷർ P2 മൈനസ് P1 ഈസ് ഈക്വൽ ടു എച്ച് റോ ജി ആണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. എച്ച് റോ ജി. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ P മൈനസ് പി എ ഈസ് ഈക്വൽ ടു എച്ച് റോ ജി ആണ്. അതിൽ നിന്ന് P ഈക്വൽ ടു പി എ പ്ലസ് എച്ച് റോ ജി. ദാറ്റ് ഈസ് ദ ഇക്വേഷൻ ഫോർ ഫൈൻഡിങ് ദ പ്രഷർ ഓഫ് ദിസ് ഒബ്ജക്റ്റ്. ഓക്കെ. അപ്പൊ അതാണ് ഓപ്പൺ ട്യൂബ് മാനോമീറ്റർ എന്ന് പറയുന്നത്. എന്തിന്റെയാണോ പ്രഷർ കാണുന്നത് നമ്മൾ അതിനെ ഒരു എൻഡിൽ വെക്കുകയും then atmospheric പ്രഷർ വെച്ച് കാൽക്കുലേറ്റ് ചെയ്യുകയുമാണ് ചെയ്യുന്നത്. സോ ദിസ് ഡിവൈസ് ഈസ് കോൾഡ് ഓപ്പൺ ട്യൂബ് മാനോമീറ്റർ. അപ്പൊ പ്രഷർ മെഷർ ചെയ്യുന്ന രണ്ട് ഡിവൈസുകളാണ് പറഞ്ഞത്. ഒന്ന് ബാരോമീറ്ററും മറ്റൊന്ന് ഓപ്പൺ ട്യൂബ് മാനോമീറ്ററും. ഓക്കെ. ഇങ്ങനെ രണ്ട് ഡിവൈസുകളാണ് പറഞ്ഞത്. ക്ലിയർ ആണല്ലോ ഇത്? then അടുത്ത ടോപ്പിക് ഹൈഡ്രോളിക് മെഷീൻസ്. അപ്പൊ ഹൈഡ്രോളിക് മെഷീൻസിലേക്ക് വരുമ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒന്നാണ് പാസ്കൽസ് ലോ എന്ന് പറയുന്നത്. അപ്പൊ പാസ്കൽ ലോ വെച്ച് പ്രവർത്തിക്കുന്ന ഒന്നാണ് ഹൈഡ്രോളിക് മെഷീൻസ് എന്ന് പറയുന്നത്. സോ ദർ ആർ ബേസ്ഡ് ഓൺ പാസ്കൽ ലോ. Transmission of fluid pressure, which states that the external pressure applied on any part of the liquid, നമ്മൾ ഈ ലിക്വിഡിന്റെ ഏതെങ്കിലും പാർട്ടിൽ അപ്ലൈ ചെയ്യുന്ന എക്സ്റ്റേണൽ പ്രഷർ എന്ന് പറയുന്നത് ലിക്വിഡ് ഫ്ലൂയിഡ് കണ്ടെയ്ൻഡ് ഇൻ എ വെസൽ ഈസ് ട്രാൻസ്മിറ്റഡ്. എങ്ങനെ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്? അൺഡിമിനിഷ്ഡ് ആൻഡ് ഈക്വലി ഇൻ ഓൾ ഡയറക്ഷൻ. നമ്മൾ ഒരു ലിക്വിഡിന്റെ ഒരു വെസലിൽ എടുത്തിരിക്കുന്ന ലിക്വിഡിന്റെ ഏതെങ്കിലും ഭാഗത്ത് അപ്ലൈ ചെയ്യുന്ന പ്രഷർ ഈക്വലി ട്രാൻസ്മിറ്റ് ചെയ്യും ആ ഒബ്ജക്റ്റിന്റെ എല്ലാ ഭാഗത്തേക്കും.
നമ്മളൊരു ക്ലോസ്ഡ് വെസൽ എടുത്തിട്ടുണ്ടെങ്കിൽ അതിലൊരു ഭാഗത്ത് ഒരു ചെറിയ പ്രഷർ കൊടുത്താൽ തന്നെ അത് എല്ലാ ഭാഗത്തേക്കും ട്രാൻസ്ഫർ ചെയ്യും. ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ നമ്മൾ ടൂത്ത് പേസ്റ്റ് അതിന്റെ ട്യൂബ് അറിയാലോ, നമ്മൾ അതിന്റെ എൻഡിൽ ജസ്റ്റ് ഒന്ന് പ്രഷർ ചെയ്തിട്ടാൽ തന്നെ അതിന്റെ പുറത്തേക്ക് എന്ത് വരും, ആ പേസ്റ്റ് പുറത്തേക്ക് വരുന്നുണ്ട്. അത് പാസ്കൽ ലോ ആയിട്ട് നമുക്ക് പറയാം. ഓക്കെ, ദെൻ ഹൈഡ്രോളിക് ലിഫ്റ്റ്, ഹൈഡ്രോളിക് ബ്രേക്ക്, ഹൈഡ്രോളിക് പ്രസ് തുടങ്ങുന്നവ എന്തിന് എക്സാമ്പിൾസ് ആണ്? എക്സാമ്പിൾസ് ഫോർ ഹൈഡ്രോളിക് മെഷീൻസ്. ഹൈഡ്രോളിക് മെഷീൻസിന് എക്സാമ്പിൾസ് ആയിട്ട് നമുക്ക് പറയാൻ സാധിക്കുന്നതാണ് ഇത്തരം ഡിവൈസുകൾ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ നമുക്ക് ഇതിൽ പഠിക്കാനുള്ളത് ഹൈഡ്രോളിക് ലിഫ്റ്റ് ഉണ്ട്, ബ്രേക്ക് എന്താണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് നോക്കി വെക്കുക മാത്രം ചെയ്യേണ്ടതുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. അപ്പൊ അതിന് ഫസ്റ്റ് പാസ്കൽ ലോ നമ്മൾ ഓൾറെഡി പറഞ്ഞു തന്നെയാണ്, എന്നാലും അതിലെ പോയിന്റ്സ് ഒന്നുകൂടി പറയാണ്. പ്രഷർ ഇൻസൈഡ് എ ഫ്ലൂയിഡ് അറ്റ് റെസ്റ്റ് ഈസ് സെയിം അറ്റ് all points if they are at the same height. നമ്മൾ പറഞ്ഞ കേസ് ആണ്. And pressure exerted in all direction in a fluid at rest. അപ്പോൾ നമ്മളിവിടെ ഒരു എക്സാമ്പിൾ ആയിട്ട് ഒരു വെസൽ കൺസിഡർ ചെയ്തു. അതിനൊരു ട്രയാങ്കുലർ ഷേപ്പിലുള്ള ഒരു ഒബ്ജക്റ്റ് വെച്ചു. ഇതിൽ എല്ലാ ഭാഗത്തും എക്സേർട്ട് ചെയ്യുന്ന പ്രഷർ എന്താണ്? സെയിം ആണ്. ഞാൻ ഈ ഫിഗറിനെ ഒന്ന് ചേഞ്ച് ചെയ്ത് വരയ്ക്കുക. അതായത് ഇതിനകത്തുള്ളത് ഇതിലിവിടെ F1, F2, F3 എന്നൊക്കെ എടുത്തിരിക്കുന്നത്, ഞാൻ അതിനൊന്നും കൂടി ചേഞ്ച് ചെയ്യണം. ശ്രദ്ധിക്കുക എങ്ങനെയാണ് ഞാൻ അതിനെ ചേഞ്ച് ചെയ്യുന്നത്. നമ്മളൊരു ട്രയാങ്കിൾ കൺസിഡർ ചെയ്തു. ഓക്കെ, ഒരു ട്രയാങ്കിൾ കൺസിഡർ ചെയ്തു. അതിനെ തന്നെ നമ്മൾ എന്ത് ചെയ്യാണ്, ഒന്നുകൂടി റീഡ്രോ ചെയ്യാണ്. ഓക്കെ, ഞാൻ അതിന് ജസ്റ്റ് ഒന്ന് റീഡ്രോ ചെയ്തു എന്ന് മാത്രം നോക്കുക. അപ്പൊ ഇതില് ഞാൻ ചെറിയ മാറ്റങ്ങൾ വരുന്നത് ശ്രദ്ധിക്കുക. ഞാൻ ഇവിടെ F2 പകരം ഞാൻ FC എന്ന് എടുക്കുകയാണ്. ഇവിടെ താഴെ FB എന്ന് എടുക്കുകയാണ് ഫോഴ്സ്. ഇതിനെ FA എന്ന് എടുക്കുകയാണ്. ഈ ഒരു പോയിന്റിലെ ഏരിയ ഞാൻ AA എന്ന് ഡിനോട്ട് ചെയ്യുന്നു, ഇവിടെ AC എന്ന് ഡിനോട്ട് ചെയ്യുന്നു, ഇവിടെ AB എന്ന് ഡിനോട്ട് ചെയ്യുന്നു. ഈ FC എന്ന് പറയുന്നത് ഞാൻ കൺസിഡർ ചെയ്തു കഴിഞ്ഞാൽ എനിക്ക് അതിനെ ഇങ്ങനെ ഒന്ന് ഡ്രോ ചെയ്യാം. ജസ്റ്റ് അതിൽ രണ്ട് കമ്പോണൻസ് ഉണ്ട് എന്നുള്ള രീതിയിൽ നമ്മൾ എന്ത് ചെയ്യാണ്, ഡ്രോ ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ, സോ അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ആ രണ്ട് കമ്പോണൻസ് ആയിട്ട് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഒന്ന് ഇതിൽ സൈൻ കമ്പോണന്റും ഉണ്ടാകും, മറ്റൊന്ന് ഒരു കോസ് കമ്പോണന്റ് നമുക്ക് കിട്ടുന്നുണ്ടാവും. അപ്പൊ ഇവിടെ ഞാൻ ഇത് FC ആണെങ്കിൽ ഈ ഒരു സൈഡിനെ ഞാൻ FC cos തീറ്റ എന്ന് എഴുതാണ്, ഇത് FC sin തീറ്റ എന്ന് എഴുതാണ്. നമ്മൾ ആംഗിൾ എടുത്തതിനനുസരിച്ച് നമുക്ക് പറയാൻ സാധിക്കുന്നതാണ്. ഓക്കെ, FC cos തീറ്റ എന്ന് FC sin തീറ്റ എന്നൊക്കെ നമ്മൾ റെപ്രസെന്റ് ചെയ്യാണ് ചെയ്യുന്നത്. സോ അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ഇപ്പൊ ഇവിടെ നോക്കിയേ, ഈ FC sin തീറ്റ എന്ന് പറയുന്നത് ഞാൻ ഈ ഒരു ഡയറക്ഷനിലേക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ ഓപ്പോസിറ്റ് ഇവിടെ ഡയറക്ഷൻ ഉള്ളത് ഏതാണ്? FC sin തീറ്റയ്ക്ക് നേരെ ഓപ്പോസിറ്റ് ഏതാണ്? ഇത് FC sin തീറ്റ ആണെങ്കിൽ ഇവിടെ ഉള്ളത് FA ആണല്ലോ, അല്ലേ? അതേപോലെ തന്നെ നേരെ താഴേക്ക് നോക്കിയേ, FC cos തീറ്റ, അതിന് നേരെ താഴെയുള്ള എന്താണ്? FB ആണ്, അല്ലേ? അത് ഓപ്പോസിറ്റിലേക്ക് പോകുന്നത്, ഇങ്ങോട്ട് പോകുന്നത് FB ആണ്. അങ്ങനെയാണെങ്കിൽ ഈ ഒരു ഇത് വെച്ചുകൊണ്ട്, ട്രയാങ്കിൾ വെച്ചുകൊണ്ട് നമുക്ക് രണ്ട് ഇക്വേഷൻസ് എഴുതാം ബൈ ദ ജോമെട്രി. അതായത് എന്താ എഴുതുക? FA എന്ന് പറയുന്നത് FC sin തീറ്റ, sin തീറ്റയും FB എന്ന് പറയുന്നത് FC cos തീറ്റയുമാണ്. അതേപോലെ ഈ സിമെട്രി വെച്ചുകൊണ്ട് നമുക്ക് ഇങ്ങനെ പറയാം, ഇതിന് ഇക്വേഷൻ 1 എന്നും ഇക്വേഷൻ 2 എന്നും കൊടുക്കാം. അതേപോലെ ഏരിയയുടെ കേസ് വെച്ചുകൊണ്ടും നമുക്ക് ഇങ്ങനെ തന്നെ പറയാൻ സാധിക്കും. എന്തുകൊണ്ടാണ്? നോക്കിയേ, ഇത് രണ്ടും ഏരിയ വെക്ടറിന്റെയും അതേ ഡയറക്ഷൻ തന്നെയാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ AA എന്ന് പറയുന്നത് AC sin തീറ്റയും
എ ബി എന്ന് പറയുന്നത് എ സി കോസ് തീറ്റയും ആയിരിക്കും. അപ്പൊ ഇങ്ങനെ നമുക്ക് 4 ഇക്വേഷൻസ് എവിടെ നിന്ന് കിട്ടും? ആ ഒരു ട്രയാങ്കിളിൽ നിന്ന് കിട്ടും. ഇനി നിങ്ങൾ ശ്രദ്ധിക്കുക, നമ്മള് ഈ ഒരു ഫിഗർ മാത്രമാണ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ F1 F2 F3, അപ്പൊ ആ F2 വെച്ചുള്ള റിലേഷൻ നമുക്ക് നേരെ റെപ്രസെന്റ് ചെയ്താൽ മതി. ഇതിൽ നിന്ന് നമുക്ക് ചെയ്യാം. ഇതിന് ചെയ്യുമ്പോൾ എന്താ വരിക? ഞാൻ എ എന്നൊക്കെ എടുത്തതിന് പകരം ഇവിടെ മാറ്റം വരുത്തുക. ഇവിടെ വരുമ്പോ എന്താ വരിക? F2 cos തീറ്റ എന്നും F2 sin തീറ്റ എന്നുമാണ് വരിക. അപ്പൊ F1 is equal to F2 cos തീറ്റയും F3 is equal to F2 sin തീറ്റ എന്ന് വരും. അപ്പൊ A1 A2 എന്നാണ് കൊടുക്കുക. ഓക്കെ, അപ്പൊ അത് എങ്ങനെ എടുത്താലും കുഴപ്പമില്ല. ഞാൻ അതിൽ നിന്ന് മാറ്റി വരച്ചെടുത്തു എന്ന് മാത്രം, അത് മാത്രം ഒന്ന് ശ്രദ്ധിക്കാം. Then ഇതിനെ നമ്മൾ എന്ത് ചെയ്യണം? ഡിവൈഡ് ചെയ്യണം. അപ്പൊ ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് ഇക്വേഷൻ 3 is divided by equation 1. Sorry, 1 is divided by 3. ഞാൻ തിരിച്ചാണ് ചെയ്യുന്നത്. 1 is divided by 3. അപ്പൊ എന്താ വരിക? FA by AA is equal to FC sin theta by AC sin theta. അപ്പൊ അതിൽ നിന്ന് കിട്ടും FA by AA is equal to FC by AC. That is PA is equal to PC എന്ന് പറയാം. Then PA എന്ന് പറയുന്നത് pressure of the A end ആണ് പറയുന്നത്. Then അതേപോലെ equation 2 divided by equation 4. അപ്പൊ എന്താ വരിക? FB by AB equal to FC cos theta by AC cos theta. This FC cos theta by AC cos theta. That is FB is by AB equal to FC by AC. Okay. So ഇവിടെ നമുക്ക് ഇങ്ങനെ എഴുതാം PB equal to PC. രണ്ട് സൈഡിലും ഇവിടെ FC by AC അതായത് PC എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ രണ്ട് ഇക്വേഷൻ സെയിം ആണ്. സോ നമുക്ക് ഇങ്ങനെ എഴുതാം FA by AA is equal to FB by AB equal to FC by AC. That is PA equal to PB equal to PC. എന്താ മീൻ ചെയ്യുന്നത്? പ്രഷർ ആ ലിക്വിഡിന് മുകളിൽ ആക്ട് ചെയ്യുന്ന പ്രഷർ എന്ന് പറയുന്നത് എല്ലാ ഡയറക്ഷനിലും നമുക്ക് കിട്ടുന്നത് ഒരുപോലെ ആണ് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. പ്രഷർ എക്സേർട്ടഡ് ഇൻ ആൾ ഡയറക്ഷൻ ഇൻ എ ലിക്വിഡ് അറ്റ് റെസ്റ്റ് ഈസ് സെയിം. ഓക്കെ, എല്ലാ ഡയറക്ഷനിലും ഉള്ളത് സെയിം ആണ് എന്നുള്ളതാണ് നമ്മൾ ഇവിടെ മനസ്സിലാക്കേണ്ടത്. അതാണ് നമ്മൾ എന്ത് ചെയ്തത്? ഡിറൈവ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ആ ട്രയാങ്കിൾ മാത്രം ഓർത്ത് വയ്ക്കാം. അപ്പൊ ആ ട്രയാങ്കിളിൽ നമ്മൾ വരച്ചത് ഇങ്ങനെ ഒരു ഇതെടുത്തു, അതിൽ നിന്നാ പറഞ്ഞത്. അതായത് ആ FC യെ നമ്മൾ എന്ത് ചെയ്തു? ഇവിടെ നമ്മൾ തീറ്റ എടുത്തപ്പോ ഇതിനെ FC cos തീറ്റ എന്നും ഇതിനെ FC sin തീറ്റ എന്ന് എഴുതി. നമ്മൾ ഇവിടെ ആംഗിൾ എടുക്കുന്നെങ്കിലോ ഇത് FC cos തീറ്റയും ഇത് FC sin തീറ്റയാണ്. അപ്പൊ അതിനനുസരിച്ച് ഇക്വേഷൻസ് മാറും. പക്ഷെ ഫൈനലി എന്തായിരിക്കും വരുന്നത്? സെയിം കേസ് തന്നെയായിരിക്കും നമുക്ക് കിട്ടുന്നത്. അപ്പൊ ഇത്രയും കാര്യം ക്ലിയർ ആണല്ലോ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അടുത്ത ടോപ്പിക്കിലേക്ക് പോകാം. നമുക്ക് അടുത്ത ടോപ്പിക് ഹൈഡ്രോളിക് ലിഫ്റ്റ് ആണ്. അപ്പൊ ഹൈഡ്രോളിക് ലിഫ്റ്റ് എന്ന് പറയുന്നത് പാസ്കൽ ലോ അനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒന്നാണ്. അതായത് ഈ എൻഡിൽ നമ്മൾ കൊടുക്കുന്ന പ്രഷർ എന്താണോ അതേ പ്രഷർ തന്നെയാണ് എവിടെയും കിട്ടുക, സെക്കൻഡ് എൻഡില് കിട്ടുന്നത്. ഇവിടെ ഈ ട്യൂബ് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും, ഇവിടുത്തെ ട്യൂബ് വളരെ നാരോ ആണ്, ഇവിടെ വളരെ വലുതാണ്. അപ്പോൾ ആ നാരോ ഭാഗത്ത് നമുക്ക് ചെറിയൊരു ഫോഴ്സ് കൊടുക്കുമ്പോൾ തന്നെ ആ ഫോഴ്സിനനുസരിച്ച് വലിയൊരു എഫക്റ്റ് എവിടെ ഉണ്ടാകും? നമ്മുടെ രണ്ടാമത്തെ ഭാഗത്ത് നമുക്ക് ഉണ്ടാകും. ഓക്കെ, ഇവിടെ മനസ്സിലാക്കേണ്ട ഇത്രയേ ഉള്ളൂ. ഇവിടുത്തെ പ്രഷർ എന്താണോ, പ്രഷർ അറ്റ് 1 is must be equal to pressure at N2 ആണ്. അതാണ് ഇതിന്റെ ഹൈഡ്രോളിക് ലിഫ്റ്റിന്റെ എന്താണ് അതിന്റെ വർക്കിംഗ് എന്ന് പറയുന്നത്. പാസ്കൽ ലോ അനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒന്നാണ്. പാസ്കൽ ലോ ആണ് അതിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. സോ പ്രഷർ അറ്റ് ദിസ് എൻഡ് ഈസ് ഈക്വൽ ടു ദ പ്രഷർ അറ്റ് അതർ എൻഡ്.
സോ അങ്ങനെയാണെങ്കിൽ പ്രഷർ അറ്റ് ദ ഫസ്റ്റ് എൻഡ് ഈസ് F1 by A1 ആണ്. ദാറ്റ് മസ്റ്റ് ബി ഈക്വൽ ടു F2 by A2. So from this equation we can find out F2, F1, A2, etc. Okay. അപ്പോൾ ഇതാണ് ഇതിന്റെ ഡെറിവേഷൻ. ഇത്രയേ ഉള്ളൂ. ജസ്റ്റ് എന്ത് പറയാ, അക്കോർഡിംഗ് ടു പാസ്കൽ ലോ pressure at the first end is equal to pressure at the last end. That is pressure at 1 is equal to pressure at 2. ഇത് 1 ആണെങ്കിൽ അത് 2 എന്ന് നമുക്ക് എടുക്കാം. സോ അങ്ങനെയാണെങ്കിൽ P1 is equal to P2. Therefore F1 by A1 must be equal to F2 by A2. From this equation we can find out F2 is equal to F2 is equal to ഇതിനൊന്ന് അറേഞ്ച് ചെയ്യാം F1 into A2 by A1. F1 into A2 by A1 ആണ് F2 എന്ന് പറയുന്നത്. അപ്പൊ ഇത് വെച്ച് നമുക്ക് പ്രോബ്ലംസ് കാര്യങ്ങളൊക്കെ ചോദിക്കാനുണ്ടാകും. ഓക്കെ. അപ്പൊ ഞാൻ ഏരിയ ഓഫ് ക്രോസ് സെക്ഷന് ഇവിടെ ഞാൻ എടുക്കുന്നത് ജസ്റ്റ് ഒരു എക്സാമ്പിൾ ആയിട്ടോ. ഇവിടെ നമ്മൾ കൊടുത്തിരിക്കുന്ന ഫോഴ്സ് 1 ന്യൂട്ടൺ ഫോഴ്സ് അപ്ലൈ ചെയ്തു. F1 നെ ഞാൻ 1 ന്യൂട്ടൺ ആണെന്ന് പറഞ്ഞു. പക്ഷെ F2 എത്രയാണെന്നുള്ളത് എനിക്ക് അറിയില്ല. ഓക്കെ. ഇതിന്റെ ഡയമീറ്റർ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ എന്ന് പറയുന്നത്, ഏരിയ ഞാൻ എടുക്കേണ്ട, ചിലപ്പോൾ ഡയമീറ്റർ തന്നിട്ടൊക്കെ ചോദിക്കാം. ഞാനിവിടെ ജസ്റ്റ് ഏരിയ എന്ന് പറയുന്നത്. സോ P1 എന്ന് പറയുന്നത്, ഏരിയ എന്ന് പറയുന്നത് 1 mm സ്ക്വയർ ആണ്, അല്ലെങ്കിൽ 1 സെന്റിമീറ്റർ സ്ക്വയർ എടുക്കാം. ഞാൻ mm ഒന്നും എടുക്കില്ല, 1 സെന്റിമീറ്റർ സ്ക്വയർ എടുക്കാം. ഏരിയ A1 ആണ്. And A2 is 10 centimeter square. ആക്ച്വലി ഇത് കാണുന്ന സമയത്ത് ശരിക്കും നമ്മളിവിടെ കൺവേർഷൻസ് ഒക്കെ വേണം. ഞാനിവിടെ കൺവേർഷൻ ഒന്നും പറയുന്നില്ല, ഡയറക്റ്റ് ആയിട്ട് ചെയ്യാം. A2 by A1 ഒക്കെയാണ്, അപ്പൊ ഡയറക്റ്റ് ആയിട്ട് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ F2 എന്താണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പൊ അങ്ങനെയാണെങ്കിൽ F2 ഇക്വേഷൻ അറിയാം. F2 is equal to F1 into A2 by A1. അപ്പൊ അങ്ങനെയാണെങ്കിൽ F2 equal to A2 എന്താ, നമ്മളിവിടെ 10 ആണ് കൊടുത്തിട്ട് F1 എന്താ 1 ആണ്. 1 into 10 by എത്രയാ 1 ആണ്. സോ F2 is equal to 10 ന്യൂട്ടൺ ആണ്. അപ്പൊ ഒരു 1 ന്യൂട്ടൺ ഇവിടെ കൊടുക്കുമ്പോൾ അവിടെ നമുക്ക് 10 ന്യൂട്ടൺ ഉള്ള ഒബ്ജക്റ്റ് എന്ത് ചെയ്യാം, ലിഫ്റ്റ് ചെയ്യാൻ സാധിക്കും. ഓക്കെ. അപ്പൊ ഇതില് ഈ സൈസ് ഇനിയും കുറയുമ്പോൾ അത് വീണ്ടും മാറും. ആ മാറ്റങ്ങൾ നമ്മൾ വീണ്ടും ശ്രദ്ധിക്കണം. ഇപ്പൊ ഇതിന് ഇവിടെ 1 സെന്റിമീറ്റർ, ഇവിടെ 100 സെന്റിമീറ്റർ ആണുള്ളത്. 1 സെന്റിമീറ്റർ ഇവിടെ 100 സെന്റിമീറ്റർ എന്ന് പറഞ്ഞാൽ 1 മീറ്റർ ആണെന്നുണ്ടെങ്കിൽ ഇത് നേരെ എത്രയും 100 ആയി. അത്രയും വ്യത്യാസം അവിടെ കാണാൻ സാധിക്കും. അപ്പൊ ഇങ്ങനെയുള്ള പ്രോബ്ലംസ് എക്സാമിന് ചോദിക്കാറുണ്ട്. ഓക്കെ ആണല്ലോ. അടുത്ത ടോപ്പിക് നോക്കുക. അടുത്ത ടോപ്പിക് സ്ട്രീംലൈൻ ഫ്ലോ. സ്ട്രീംലൈൻ ഫ്ലോ എന്ന് പറയുന്നത് സ്റ്റഡി ഫ്ലോ എന്നാണ്. അതായത് ലിക്വിഡ്സ് ഫ്ലോ ചെയ്യുന്ന സമയത്ത്, ലിക്വിഡ്സ് നമ്മൾ കൺസിഡർ ചെയ്യാണ് ഡയറക്റ്റ് ആയിട്ട് ഇങ്ങനെ ഫ്ലോ ചെയ്യുന്നു, ഒരു സ്റ്റഡി ഒരു ലൈനിൽ ഫ്ലോ ചെയ്യുന്നു. അത് നമുക്ക് സ്റ്റഡി ഫ്ലോ എന്ന് പറയാം. ഇപ്പോ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഒബ്ജക്റ്റ് ഇവിടെ ഇരിക്കുന്നു എന്ന് വയ്ക്കാം. സോ അങ്ങനെയാണെങ്കിൽ ഈ ഡയറക്റ്റ് പോകുന്ന ലിക്വിഡ്സ് എല്ലാം എന്ത് ചെയ്യും, ഒരു ഡയറക്ഷനിൽ ചേഞ്ച് ഉണ്ടാവും. അതായത് അവിടെ ഒരിക്കലും എന്ത് ചെയ്യില്ല, സ്ട്രെയിറ്റ് ലൈൻ മൂവ്മെന്റ് ആയിരിക്കില്ല ഉണ്ടാകുന്നത്. അവിടെ എന്ത് സംഭവിക്കും, ആ ഒരു സ്ട്രെയിറ്റ് ലൈൻ മൂവ്മെന്റ്, സ്ട്രീം ലൈൻ ഫ്ലോ എന്ന് പറയുന്നത് ഇല്ലാതെ ആകും. അപ്പൊ അങ്ങനെയുള്ള ഫ്ലോയെ, ഇറഗുലർ ഫ്ലോയെ നമ്മൾ പറയാ ടർബുലന്റ് ഫ്ലോ എന്നാണ് പറയുന്നത്. സ്ട്രീം ലൈൻ ഫ്ലോ ആൻഡ് ടർബുലന്റ് ഫ്ലോ. അപ്പൊ സ്ട്രീം ലൈൻ എന്ന് പറയുന്നത് ഒരു ലൈനിലൂടെയുള്ള സ്റ്റഡി ഫ്ലോ ഓഫ് ലിക്വിഡ്സ് ആർ കാൾഡ് streamline flow, and irregular flow നമ്മൾ പറയുന്നത് turbulent flow എന്നാണ് പറയുന്നത്. ഓക്കെ. അപ്പോ അങ്ങനെ നമ്മൾ സ്ട്രീംലൈൻ ഫ്ലോ കൺസിഡർ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഓരോ പോയിന്റിലൂടെയും വരയ്ക്കുന്ന ടാൻജന്റ് എന്ന് പറയുന്നത് നമുക്ക് കിട്ടുന്നത് എന്താണ്, ഡയറക്ഷൻ ഓഫ് ദ ഫ്ലോ ഓഫ് ലിക്വിഡ് ആണ്. ആ ഒരു പോയിന്റിലൂടെ ലിക്വിഡിന്റെ ഡയറക്ഷൻ എന്ത് എന്നുള്ളതാണ് നമുക്ക് കിട്ടുന്നത്. ഇനി ഇവിടെ നോക്കി, ഇവിടെ ഒരു ഫിഗർ തന്നിട്ടുണ്ട് അല്ലെ, നമ്മളൊരു ഫിഗർ തന്നിട്ടുണ്ട്. ആ ഫിഗർ വെച്ചിട്ടുള്ള ഒരു കേസ് ആണ് നമ്മൾ പറയുന്നത്. ശ്രദ്ധിക്കുക, ഇവിടെ ഒരു ഫിഗർ കാണാൻ നോക്കുക. ഈ ഫിഗറിൽ ഇവിടെ പോയിന്റ് പി എന്ന് എടുത്തിട്ടുണ്ട്.
ഇവിടെ Q എന്ന് എടുക്കുന്നത്. ഞാൻ സെന്ററിലെ പോയിന്റിനെ R എന്ന് എടുക്കാം കേട്ടോ. ഇവിടെ P, Q ആൻഡ് R. ഇപ്പോ P എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് ഒരു ലിക്വിഡ് Q എന്ന് പറയുന്ന പോയിന്റിലേക്ക് മൂവ് ചെയ്യും. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ വരുന്ന അത്രയും മാസ് തന്നെയാണ് ഏതിലൂടെ കടന്നു പോകുന്നത്? ആറിലൂടെയും അതുപോലെ തന്നെ ക്യൂയിലൂടെയും കടന്ന് പോകുന്നത്. ഓക്കെ, സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ പറയാം മാസ് അറ്റ് P must be equal to mass at R must be equal to mass at Q. ഓക്കെ, സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ മാസ് സെയിം ആണെന്ന് നമുക്ക് പറയാൻ സാധിക്കും. അങ്ങനെയാകുമ്പോൾ ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്ത ഈ ഒരു കണ്ടീഷൻ വെച്ചുകൊണ്ട് നമുക്കറിയാം മാസ് എന്ന് പറയുന്നത് ഡെൻസിറ്റിയുമായി റിലേറ്റ് ചെയ്ത് പറയാം. ഡെൻസിറ്റി ഈസ് ഈക്വൽ ടു മാസ് ബൈ വോളിയം ആണ് എന്ന് നമുക്ക് പറയാം. ഡെൻസിറ്റി ഈസ് ഈക്വൽ ടു മാസ് ബൈ വോളിയം. സോ മാസ് ഈസ് ഈക്വൽ ടു ഡെൻസിറ്റി ഇൻറ്റു വോളിയം. ഡെൻസിറ്റി ഇൻറ്റു വോളിയം ആണ്. ദെൻ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഇക്വേഷൻ ഒന്നുകൂടി റീറൈറ്റ് ചെയ്യാണ്. നോക്കുക, റോ ഡെൻസിറ്റി സെയിം ആയിരിക്കും, കാരണം ആ ലിക്വിഡ് ഒരു ലിക്വിഡ് ആണല്ലോ ഫ്ലോ ചെയ്യുന്നത്. അപ്പൊ ഡെൻസിറ്റി സെയിം ആയിരിക്കും. റോ വി പി ഈസ് ഈക്വൽ ടു റോ ഇൻറ്റു വി ആർ ഈസ് ഈക്വൽ ടു റോ ഇൻറ്റു വി ക്യൂ. ഓക്കെ, ദെൻ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ലിക്വിഡ് ഓരോ പോയിന്റിലൂടെയും മൂവ് ചെയ്യുന്ന സമയത്ത് അതിന്റെ വെലോസിറ്റി എന്ന് പറയുന്നത് ഡിഫറെന്റ് ആയിരിക്കും. ഓക്കെ, അതുപോലെ തന്നെ ഓരോ പോയിന്റിലൂടെയും നമുക്ക് കടന്നു പോകുന്ന സമയത്ത് അതിന്റെ ആ ഒരു ഡിസ്റ്റൻസ് അത് നമുക്ക് മെഷർ ചെയ്യാൻ അത്ര പോസിബിൾ അല്ല. അപ്പോൾ ഓരോന്നിലൂടെയും കടന്നു പോകുമ്പോൾ ഉണ്ടാകുന്ന വെലോസിറ്റി, ഞാൻ വെലോസിറ്റി സ്മോൾ ലെറ്റർ വി എന്നെടുക്കുകയാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ വെലോസിറ്റി അല്ല ഇവിടുത്തെ വെലോസിറ്റി അല്ല ലാസ്റ്റ് എൻഡിൽ ഉണ്ടാകുന്നത്. വെലോസിറ്റി ഡിഫറൻസ് ഉണ്ടാകും. സോ ഒരു പെർട്ടിക്കുലർ ടൈമിലാണ് അതിലൂടെ എന്ത് ചെയ്യുന്നത്? കടന്ന് പോകുന്നത്. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ ഏരിയ, ഓരോ ഭാഗത്തെ ഏരിയ നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇപ്പോ വോളിയം എന്ന് പറയുന്നത് ഏരിയ ഇൻറ്റു ആ ഡിസ്പ്ലേസ്മെന്റ് ആണെന്ന് അറിയാം. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ വെലോസിറ്റിയുടെ ടേമില് ഏരിയ ഇൻറ്റു വി ഡെൽറ്റ ടി എന്ന് റെപ്രസെന്റ് ചെയ്തൂടെ? ബിക്കോസ് വി is equal to volume is equal to delta x by delta t, not volume. Velocity is equal to delta x by delta t. So delta x is equal to v into delta t. അങ്ങനെയാണെങ്കിൽ നമ്മുടെ വോളിയത്തിനെ നമുക്ക് എ ബി ഡെൽറ്റ ടി എന്ന് എഴുതിക്കൂടെ? അപ്പൊ ഓരോന്നിലൂടെ ഉണ്ടാകുന്ന വെലോസിറ്റി ഡിഫറെന്റ് ആണ്, പക്ഷെ ടൈം അവിടെ സെയിം ആയിട്ടാണ് നമ്മൾ എടുക്കുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ റോ ഇൻറ്റു വി എന്ന് പറയുന്നതിന് എ പി വി വെലോസിറ്റി ആണ് വി പി ഡെൽറ്റ ടി ഈക്വൽ ടു റോ ഇൻറ്റു എ ആർ വി ആർ ഡെൽറ്റ ടി is equal to rho into AQ VQ delta T. ഇവിടെ നോക്കുക, ഈ വിയും രണ്ടും രണ്ടാണ്. ഒന്ന് വോളിയമാണ്, ഇവിടെ വെലോസിറ്റി ആണ്. അത് നിങ്ങൾ മനസ്സിലാക്കണം. ഓക്കെ, അപ്പൊ ഇനി ഇതില് കോമൺ ആയിട്ടുള്ളതൊക്കെ നമുക്ക് ക്യാൻസൽ ചെയ്യാം. പിന്നെ അവിടെ ഉണ്ടാകുക AP VP is equal to AR VR equal to AQ VQ എന്ന് പറഞ്ഞാൽ ഓരോ പോയിന്റിലൂടെയുമുള്ള ഏരിയ ഇൻറ്റു വെലോസിറ്റി എന്ന് പറയുന്നത് സെയിം ആണ് എന്നാണ് പറയുന്നത്. ദാറ്റ് ഈസ് ഏരിയ ഇൻറ്റു വെലോസിറ്റി ഈസ് എ കോൺസ്റ്റന്റ്. ഏരിയ ഇൻറ്റു വെലോസിറ്റി ഈസ് എ constant in the case of a streamline flow. That is called equation of continuity. ഇതിനെ പറയുന്ന പേര്
ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി എന്നാണ് പറയുന്നത്. എ വി ഈക്വൽ ടു എ കോൺസ്റ്റന്റ്. അപ്പൊ അത് ഡിറൈവ് ചെയ്യുന്നത് നോക്കുക. നമ്മൾ എന്താ പറഞ്ഞത്? മാസ് കോൺസ്റ്റന്റ് ആണെന്ന് പറഞ്ഞു എല്ലായിടത്തും. സോ മാസ് കോൺസ്റ്റന്റ് ആകുമ്പോൾ അതെല്ലാം ഈക്വൽ ആണെന്ന് പറഞ്ഞു. മാസ് ഈക്വൽ ടു ഡെൻസിറ്റി ഇൻറ്റു വോളിയം ആണെന്ന് പറഞ്ഞു. സോ അത് നമ്മൾ അവിടെ കൺസിഡർ ചെയ്തു. ദെൻ വോളിയം എന്ന് പറയുന്നത് ഏരിയ ഇൻറ്റു വെലോസിറ്റി ഇൻറ്റു ഡെൽറ്റ ടി ആണ്. അത് നമുക്ക് എങ്ങനെ കിട്ടുക? ഏരിയ ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് ആണ്. അതിൽ നിന്നാണ് ഏരിയ ഇൻറ്റു വെലോസിറ്റി ഇൻറ്റു ഡെൽറ്റ ടി എന്ന് പറയുന്നത്. സോ അതവിടെ അപ്ലൈ ചെയ്തു. ദെൻ നമുക്ക് കിട്ടി എ ബി ഈക്വൽ ടു എ കോൺസ്റ്റന്റ് എന്ന് കിട്ടി. ദാറ്റ് ഈസ് ദ ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി. അതിനെ പറയുന്ന പേരാണ് ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി എന്ന് പറയുന്നത്. പേരാണോ? ഇനി അടുത്ത ടോപ്പിക് നോക്കിയേ. നമ്മൾ ഇപ്പൊ കൺസിഡർ ചെയ്ത ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റിയുമായിട്ടൊക്കെ റിലേറ്റ് ചെയ്ത് പറയുന്ന ഒന്നാണ് ബെർണോളിസ് പ്രിൻസിപ്പിൾ. ബെർണോളിസ് പ്രിൻസിപ്പിൾ പ്രകാരം നമ്മൾ കൺസിഡർ ചെയ്യുന്ന സം ഓഫ് പ്രഷർ എനർജി, പ്രഷർ കൊണ്ടുണ്ടാകുന്ന എനർജി, ആൻഡ് കൈനറ്റിക് എനർജി ആൻഡ് ദ പൊട്ടൻഷ്യൽ എനർജി. സം ഓഫ് പ്രഷർ എനർജി, കൈനറ്റിക് എനർജി, അതുപോലെ തന്നെ പൊട്ടൻഷ്യൽ എനർജി per unit mass is always constant. Per unit mass is always constant for streamline flow of non-viscous and incompressible fluid. അത് കോൺസ്റ്റന്റ് ആണെന്ന് പറഞ്ഞത്. അതായത് പ്രഷർ പ്ലസ് കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞാൽ ഹാഫ് mv സ്ക്വയർ, ഹാഫ് mv സ്ക്വയർ പ്ലസ് പൊട്ടൻഷ്യൽ എനർജി mgh. ഇതെന്താണെന്നാ പറഞ്ഞത്? കോൺസ്റ്റന്റ് ആണെന്ന് പറഞ്ഞത്. പക്ഷെ ഇതിനെങ്ങനെയല്ല റെപ്രസെന്റ് ചെയ്യുക? നമ്മൾ ഡെൻസിറ്റിയുടെ ടേം വെച്ചിട്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഡെൻസിറ്റിയുടെ ടേം എന്ന് പറഞ്ഞാൽ മാസിന് നമ്മൾ എന്ത് ചെയ്യും? മാസിന്റെ ഇക്വേഷൻ അവിടെ ഡെൻസിറ്റിയുടെ ടേം വെച്ച് വാല്യൂ കൊടുക്കും. മാസ് ബൈ വോളിയം ആണ് എന്ത്? ഡെൻസിറ്റി എന്ന് പറയുന്നത്. അപ്പൊ ഡെൻസിറ്റിയുടെ ടേം അവിടെ അപ്ലൈ ചെയ്തുകൊണ്ടാണ് നമ്മൾ ഇക്വേഷൻ റെപ്രസെന്റ് ചെയ്യുന്നുണ്ടാവുക. അപ്പൊ ഇതാണ് ഇവിടെ പറഞ്ഞത്. പ്രഷറും കൈനറ്റിക് എനർജിയും പൊട്ടൻഷ്യൽ എനർജിയും തമ്മിലുള്ള റേഷ്യോ എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റന്റ് ആണ് എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, നമുക്ക് നോക്കാം എങ്ങനെയാണ് ഇത് കണ്ടുപിടിക്കുക എന്നുള്ളത്. അപ്പൊ അത് നമ്മൾ കൺസിഡർ ചെയ്ത കാര്യങ്ങൾ നോക്കുക. നമ്മൾ ഒരു സ്ട്രീം ലൈൻ കൺസിഡർ ചെയ്യാണ്. അപ്പോൾ ഇവിടെ രണ്ട് എൻഡുകൾ കൺസിഡർ ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് എൻഡ് പ്രഷർ P1 എന്നും സെക്കൻഡ് എൻഡിലെ പ്രഷർ P2, ഏരിയ A1, അവിടെ ഏരിയ A2 എന്ന് കൺസിഡർ ചെയ്തിട്ടുണ്ട്. ഇവിടുത്തെ ഫോഴ്സ് നമ്മൾ കൺസിഡർ ചെയ്യാണ് F1 എന്ന് പറയുകയാണ്. ഇവിടുത്തെ ഫോഴ്സ് F2 എന്നും കൺസിഡർ ചെയ്യാം. അപ്പോൾ ഇവിടെ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് നമ്മൾ എടുക്കുന്നത് ജസ്റ്റ് V1 ഡെൽറ്റ ടി എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഡിസ്പ്ലേസ്മെന്റ് തന്നെയാണ്. ഡെൽറ്റ എക്സ് അല്ലെങ്കിൽ എസ് എന്നുള്ളത് ഡിനോട്ട് ചെയ്യാം. V1 എന്ന് പറയുന്നത് വെലോസിറ്റി ആണ്. അതേപോലെ അവിടെ V2 ഡെൽറ്റ ടി. അപ്പൊ ഞാൻ എടുക്കുന്ന ഡയറക്ഷൻ എന്ന് പറയുന്നത് ഇപ്പോ ഇതിന്റെ ഡയറക്ഷൻ ഇങ്ങോട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അടുത്തത് ഞാൻ പറയുന്ന സമയത്ത് ഇവിടെ ഡിസ്പ്ലേസ്മെന്റ് എടുക്കുമ്പോൾ ഇങ്ങനെ എടുക്കുക. അപ്പൊ അത് നെഗറ്റീവ് എടുക്കേണ്ടി വരും. രണ്ടും ഞാൻ സെയിം ആണ് എടുക്കുന്നതെങ്കിൽ ഇതിന്റെ ഇൻ ബിറ്റ്വീൻ ഉള്ളത് എടുക്കുമ്പോൾ ഞാൻ ഇതിൽ നിന്ന് ഇവിടുത്തെ വർക്കിൽ നിന്ന് ഇത് മൈനസ് ചെയ്യേണ്ടി വരും. അല്ല എന്നുണ്ടെങ്കിൽ ഡയറക്ഷൻ സെയിം വ്യത്യസ്തം എടുത്തു കഴിഞ്ഞാൽ രണ്ട് എന്ത് ചെയ്താൽ മതി? ആഡ് ചെയ്താൽ മതി. ഓക്കെ, അപ്പൊ നമ്മളിവിടെ കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ഓരോ എൻഡിലെയും പ്രഷർ ആണ് ആദ്യം, വർക്ക് ആണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പൊ വർക്ക് അറ്റ് ദ ഫസ്റ്റ് എൻഡ് ഈസ് W1, ദാറ്റ് ഈസ് ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് ആണ്. So that may be written as force is equal to ഇവിടെ എന്താണ്? Pressure is equal to F by A. So force is equal to pressure into A. So A1 A into S എന്ന് എഴുതാം. Okay. Then area into displacement is volume ആണ്. So P1 into ഞാൻ ഡെൽറ്റ വി എന്ന് എടുക്കുക. വോളിയത്തിന് ചേഞ്ച് ഇൻ വോളിയം എന്നുള്ള അർത്ഥത്തിൽ ഡെൽറ്റ വി എന്ന് ഡിനോട്ട് ചെയ്യാം. സോ സെക്കൻഡ് എൻഡിലേക്ക് വരുമ്പോൾ W2 അവിടെ വരുമ്പോ എന്താണ്? F2 into S ആണ്. ഇവിടെ ഞാൻ പറഞ്ഞു ഇവിടുന്ന് നമ്മൾ എടുക്കുന്നത് ഇതിന്റെ രണ്ടിന്റെയും ഇടയിലുള്ള വർക്കാണ് നമുക്ക് കിട്ടാനുള്ളത്. സോ അങ്ങനെയാണെങ്കിൽ ഇത് ഞാൻ പോസിറ്റീവ് എടുത്തുകൊണ്ട് ഇതിനെ ഞാൻ നെഗറ്റീവ് എടുക്കുന്നു. ഒന്ന് പോസിറ്റീവ് എടുത്തുകൊണ്ട് ഒന്ന് നെഗറ്റീവ് എടുക്കുകയാണ് ചെയ്യുന്നത്.
സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ W2 is equal to minus F2S ആണ് എടുക്കുന്നത്. സോ ദാറ്റ് ഈസ് മൈനസ് P2A into S. That is minus P2 into delta V. ഇവിടെ മൈനസ് എടുത്തില്ലെങ്കിൽ ഇതിൽ നിന്ന് ഇത് മൈനസ് ഇതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ മൈനസ് എടുത്തത് കൊണ്ട് നമ്മൾ ചെയ്യുന്നത് എങ്ങനെയാണ് ചെയ്യുക? W1 plus W2. W1 plus W2 is equal to നമുക്ക് കിട്ടുക P1 delta V minus P2 delta V. That is P1 minus P2 into delta V എന്നാണ് കിട്ടുന്നത്, മൈനസ് എടുത്തത് കൊണ്ട്. ഓക്കെ, ഇനി ഇതിപ്പോ നമ്മൾ ഇവിടുത്തെ വർക്ക് എന്ന് പറഞ്ഞു. ദെൻ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ കൈനറ്റിക് എനർജി എന്താണ്? കൈനറ്റിക് എനർജി നമുക്ക് രണ്ട് എൻഡിലെ കൈനറ്റിക് എനർജി നമുക്ക് അറിയാം. അപ്പൊ കൈനറ്റിക് എനർജി ആയിട്ട് ഫസ്റ്റ് എൻഡ് ഈസ് ഹാഫ് എം V1 സ്ക്വയർ ആണ്, സെക്കൻഡ് എൻഡ് എന്ന് പറയുന്നത് ഹാഫ് എം V2 സ്ക്വയർ ആണ്. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിന്റെ ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി ഡെൽറ്റ എന്ന് പറഞ്ഞാൽ ഹാഫ് എം വി, ഇവിടെ ഇത് വോളിയം ആണ്, ഇത് വെലോസിറ്റി ആണെന്ന് പറയാൻ ഞാൻ ജസ്റ്റ് ഒരു ഇത് എടുത്തതാണ്, V1 സ്ക്വയർ മൈനസ് ഹാഫ് എം V2 square. So that may be equal to half into m into V1 square minus sorry ഇവിടെ നേരെ തിരിച്ചാണ് വരിക. സോറി, V1 square അല്ല, V2 square ആണ് ആദ്യം, ചേഞ്ച് അല്ലേ പറഞ്ഞത്. സോ half m V2 square minus half m V1 square is equal to, അതിനെ നമ്മൾ ചെയ്താൽ എന്താ, ഹാഫ് എം ഇൻറ്റു V2 square minus V1 square. ഓക്കെ, V2 square minus V1 square. That's equal to മാസ് എന്ന് പറയുന്നത് ഡെൻസിറ്റി ഇൻറ്റു വോളിയം ആണ്. അപ്പോൾ റോ ഇൻറ്റു ഡെൽറ്റ ഈക്വൽ ടു rho into delta V into V2 square minus V1 square. Okay, that is the kinetic energy. Then what is the potential energy? Change in potential energy. Change in potential energy. So change in potential energy എന്ന് പറയുമ്പോൾ ഇവിടെ mgh2 minus mgh1 ആണ്. So that's equal to m into g into h2 minus h1, which may be equal to m എന്ന് പറഞ്ഞാൽ density into volume into h2 minus h1 into g. Okay, ഇപ്പോ kinetic energy കിട്ടി, potential energy കിട്ടി, then നമുക്ക് വർക്ക് കിട്ടി. സോ ടോട്ടൽ വർക്ക് എന്ന് പറയുന്നത് ഇവിടെ കൈനറ്റിക് എനർജിയുടെയും പൊട്ടൻഷ്യൽ എനർജിയുടെയും സം ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. ഇവിടെ W ഈക്വൽ ടു സം ഓഫ് കൈനറ്റിക് എനർജി പ്ലസ് പൊട്ടൻഷ്യൽ എനർജി. നോക്കുക എന്താണ് വരുന്നത് എന്നുള്ളത് നോക്കാം നമുക്ക്. സോ W എന്ന് പറഞ്ഞാൽ അവിടെ നമ്മൾ നേരത്തെ കണ്ടുവച്ചിട്ടുണ്ട്, ദാറ്റ് ഈസ് P1 minus P2 into delta V. That is equal to kinetic energy എന്ന് പറഞ്ഞാൽ നമുക്കറിയാം half into rho into delta V into V2 square minus V1 square plus rho into delta V into H2 minus H1 G. ഇതാണ് നമുക്ക് ഇക്വേഷൻ കിട്ടുക. അപ്പൊ ഇതിൽ ഡെൽറ്റ വി എല്ലായിടത്തും ഉണ്ട്, ക്യാൻസൽ ചെയ്യാം. ഓക്കെ, ഇനി ഇതിനെ ഒന്ന് റീറേറ്റ് ചെയ്യണം. ഈ 1ന്റെ ടേമുകളെല്ലാം ഇങ്ങോട്ടും 2ന്റെ ടേമിനെ അങ്ങോട്ടും കൊണ്ടുപോകും. അപ്പൊ ഇവിടെ P1 ഉണ്ട്, ഇവിടെ എന്താ ഉണ്ടാവുക? 1ന്റെ ടേം ഹാഫ് റോ ഇൻറ്റു മൈനസ് V1 സ്ക്വയർ, മൈനസ് കൂട്ട് വന്നാൽ പ്ലസ്, സോ ഹാഫ് റോ V1 സ്ക്വയർ. ഓക്കെ, അവിടെ എന്താ ഉള്ളത്? H1, അപ്പോ മൈനസ് ആണ്, അപ്പൊ മൈനസ് അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നാൽ പ്ലസ് ആയി,
റോ ജി എച്ച്. ഇനി 2ന്റെ ടേം P2 അങ്ങോട്ട് പോയി. അപ്പൊ P2 അങ്ങോട്ട് പോയാൽ -P2 ആണ് അങ്ങോട്ട് പോയത്. അപ്പൊ പ്ലസ് P2 പ്ലസ് ബാക്കിയുള്ളത് ഹാഫ് റോ V1² ഉണ്ട് പ്ലസ് റോ H2. ഇതാണ് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ട സാധനം. ഇതാണ് ബെർണോളിസ് പ്രിൻസിപ്പിൾ പറയുന്നത്. ഇതിൽ P1 എന്ന് പറയുന്നത് പ്രഷർ, ഹാഫ് റോ V1² എന്ന് പറയുന്നത് പൊട്ടൻഷ്യൽ കൈനറ്റിക് എനർജി, റോ GH1 എന്ന് പറയുന്നത് പൊട്ടൻഷ്യൽ. അപ്പൊ ഇവിടെ ബെർണോളിസ് പ്രിൻസിപ്പിൾ പ്രകാരം P1 പ്ലസ് ഹാഫ് റോ V2 എന്ന് പറയുന്നത് സെയിം ആണെന്ന് പറഞ്ഞു. സോ P ഇൻറ്റു P1 മാറ്റി അതിനൊന്ന് ജനറലൈസ് ചെയ്യാണ്. P പ്ലസ് ഹാഫ് റോ V² പ്ലസ് റോ GH ഈക്വൽ ടു എ കോൺസ്റ്റന്റ്. ഇതാണ് ബെർണോളിസ് പ്രിൻസിപ്പിൾ. വളരെ സിമ്പിൾ ഡെറിവേഷൻ ആണ്. നമ്മൾ എടുക്കേണ്ട കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചാൽ മാത്രം മതി. ഓക്കെ, വളരെ സിമ്പിൾ ആയിട്ടുള്ള ഡെറിവേഷൻ ആണ്. നമ്മൾ കൺസിഡർ ചെയ്ത് നോക്കിയേ, ഇങ്ങനെ ഒരു ഫിഗറാ കൺസിഡർ ചെയ്യുക. അപ്പൊ ഈ ഇക്വേഷൻ അല്ല നമ്മൾ എഴുതേണ്ടത്. എഴുതുമ്പോൾ ഇങ്ങനെ എഴുതുക. നമ്മൾ ഇപ്പൊ കിട്ടിയ ഇക്വേഷൻ അതെന്താണ്? P പ്ലസ് ഹാഫ് റോ V² പ്ലസ് റോ GH ഈക്വൽ ടു എ കോൺസ്റ്റന്റ്. ഇതാണ് നമ്മൾ ഡെഫിനേഷൻ ആയിട്ട് എഴുതുമ്പോഴും എഴുതേണ്ടത്. ഇങ്ങനെ എഴുതുന്നതുകൊണ്ട് തെറ്റില്ല. കൈനറ്റിക് എനർജി പ്രഷർ പ്ലസ് പൊട്ടൻഷ്യൽ എനർജി പ്ലസ് കൈനറ്റിക് എനർജി ഈക്വൽ ടു കോൺസ്റ്റന്റ് എഴുതിയാലും കുഴപ്പമൊന്നുമില്ല. അപ്പൊ ഇതില് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഇത്രയേ ഉള്ളൂ. നമ്മൾ എടുക്കുന്ന കാര്യങ്ങൾ ഇവിടെ ഈ ഡയറക്ഷൻ എടുത്ത് മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ഇനി എങ്ങനെ നിങ്ങൾ എടുത്തില്ല, നിങ്ങൾ എടുക്കുമ്പോൾ -1 എടുത്തില്ല എന്നുണ്ടെങ്കിൽ, ഇവിടെ -1 എടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങനെ എടുക്കേണ്ടത് W1 മൈനസ് W2 എന്നാണ് എടുക്കേണ്ടത്. ഇവിടെ W1 പ്ലസ് W2 പകരം W1 മൈനസ് W2 എന്നാണ് എടുക്കേണ്ടി വരുന്നത്. അത് മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ഇവിടെ മൈനസ് എടുക്കുന്നില്ലെങ്കിൽ. ഓക്കെ, നമ്മൾ ഒരു എൻഡിൽ നിന്ന് ഇങ്ങോട്ടാണ് വരുന്നത്. അപ്പോ ഇവിടുന്ന് അങ്ങോട്ട് പോകുന്നതായിട്ട് എടുത്തിട്ടാണ് നമ്മൾ ആദ്യം പറഞ്ഞത്. അതിന് ഞാൻ പോസിറ്റീവ് എടുത്താൽ തിരിച്ച് അവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ അതിനെ നെഗറ്റീവ് എടുക്കണം. അത് മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ബാക്കിയൊക്കെ സെയിം ആണ്. അപ്പൊ പ്രഷറിന്റെ ഇക്വേഷൻസ് ഇവിടെ കണ്ടുപിടിച്ചു, നേരെ അത് അപ്ലൈ ചെയ്തു. അതിൽ നിന്ന് ജസ്റ്റ് നമ്മൾ വർക്ക് ഡൺ ആണ് ആദ്യം കണ്ടുപിടിച്ച്, വർക്ക് ഡൺ കണ്ടുപിടിച്ച് ടോട്ടൽ വർക്ക് ഡൺ കണ്ടു. അതിൽ നിന്ന് പിന്നെ കൈനറ്റിക് എനർജി കണ്ടു. കൈനറ്റിക് എനർജിയുടെ ഇക്വേഷൻ നമുക്ക് അറിയാണ്. അവിടെ ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജിയാണ് കണ്ടത്. അതേപോലെ തന്നെ ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ എനർജി കണ്ടു. ദെൻ വർക്ക് ഡൺ എന്ന് പറയുന്നത് കൈനറ്റിക് എനർജി പ്ലസ് പൊട്ടൻഷ്യൽ എനർജി ആണെന്ന് പറഞ്ഞു. ദെൻ അതിനൊന്ന് റീറൈറ്റ് ചെയ്തു. അപ്പൊ നമുക്കൊരു ഇക്വേഷൻ കിട്ടി. ദിസ് ഇസ് ദ ബെർണോളിസ് പ്രിൻസിപ്പിൾ. എക്സാമിന് ഈ പ്രിൻസിപ്പിൾ ഡിറൈവ് ചെയ്യാൻ വേണ്ടി ചോദിക്കാറുള്ളതാണ്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒന്നാണ്. ഓക്കെ ആണല്ലോ. ഇനി ഇതിന്റെ ആപ്ലിക്കേഷൻസ് ഒക്കെ നമുക്ക് പഠിക്കാനുണ്ട്. അത് അടുത്ത വീഡിയോയില് പറയാം. ഓക്കെ, അപ്പൊ ഈ വീഡിയോയിലുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ജസ്റ്റ് നമ്മൾ പ്രഷർ എന്താണെന്ന് പറഞ്ഞു. അവിടെ നിന്നാണ് നമ്മൾ എവിടെ എത്തിയത്? ബെർണോളിസ് പ്രിൻസിപ്പിളിൽ എത്തിയത്. ഓക്കെ.